Watch full episodes on Jio Hotstar. എന്റെ ചങ്കയുടെ ബ്രോ, ഇതാണ് താജ്മഹൽ. ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഇതും ഒന്നാണ്. ഇത് മുഴുവനും മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെൽഫി എടുക്കാം. ഈ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാ. വരൂ. യെസ്, വെരി ഗുഡ്, അടിപൊളി, ഗംഭീരം, നൈസ്, വെരി നൈസ്, അടിപൊളി. ഇത് കൊള്ളാലോ, ഞാൻ നല്ല ഭംഗിയായിട്ട് ഫോട്ടോ എടുത്തല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുത്തേക്കാം. എല്ലാരും പുറപ്പെടൂ, സമയമായി കഴിഞ്ഞു. എല്ലാരും പുറത്തേക്ക് പോകൂ. വേഗം വരൂ. അതെ, ഒരു മിനിറ്റ്, ഒരേ ഒരു ഫോട്ടോ കൂടി ഞാൻ എടുത്തോട്ടെ. ചേട്ടന്മാരെ, സ്മൈൽ. അവിടെ എന്തിനാ പോകുന്നേ? മോട്ടോ മതി, ഇങ്ങോട്ട് വാ. ഫോട്ടോ എടുത്തതൊക്കെ മതി. ഒരു മിനിറ്റ്. അതെ, എനിക്ക് ഈ ആംഗിളിൽ നിന്നൊരു ഫോട്ടോ വേണം. അതെ, താജ്മഹലിന്റെ മുകളിൽ പൂർണ്ണചന്ദ്രൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ? ഒന്ന് നിക്ക് മോട്ടോ. സാർ മതിയാക്കിക്കൂടെ? എത്ര ഫോട്ടോസ് എടുക്കുക? പുറത്തേക്ക് പോകൂ. അതെ, വിട്. എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പൊ റൂട്ട് ക്ലിയർ. അതെ, ഞാൻ പറയുന്നത് കേൾക്കും ഗാഡി ചേട്ടന്മാരെ. വീട്. അതെ, ഗാഡി ചേട്ടന്മാരെ, ഒരേ ഒരു ഫോട്ടോ പ്ലീസ്. അധികം കളിക്കല്ലേ, പുറത്തേക്ക് പോകാൻ. കമാൻഡോസ്, കം ഓൺ. ഇപ്പൊ ഈ ഗാഡ്ജറ്റിന്റെ അതിശയം കണ്ടോളൂ. വെൽ ഡൺ. റിച്ചാർഡ്സൺ സന്തോഷത്തിലാണ്. റിച്ചാർഡ്സണിന് കൂടുതൽ റിച്ച് ആവണം. മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും ഞാൻ റിച്ച് ആക്കും. ഈ സ്ഥലവും നല്ലതാണല്ലോ. ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്തേക്കാം. അല്ല, ഇതെന്താ അതിശയമായിരിക്കുന്നല്ലോ. തുറക്ക് ഗാഡി ചേട്ടന്മാരെ, കഥക് പെട്ടെന്നൊന്ന് തുറക്ക്. താജ്മഹൽ കാണാതെ പോയിരിക്കുന്നു. ഒന്ന് നിർത്ത് മോട്ടു, നിന്റെ ഡ്രാമ ഒന്ന് നിർത്ത്. ഇല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. താജ്മഹൽ കാണാതെ പോയിരിക്കുകയാണ്. വരൂ, ഞാൻ കാണിച്ചിടാം. ഈ കഥക് തുറക്ക്. പോകാൻ അധികം അഭിനയിക്കല്ലേ. ഇത്രയും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? മര്യാദക്ക് പറയുന്ന കേട്ടോ, അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കും. ഇതെന്താ ഇത്? ഇതിനിടയ്ക്ക് സമൂസയുടെ മറി എവിടെ നിന്നാണ് ഈ വരുന്നത്? അവിടെ നിന്നാണ്. ഞാൻ ഇപ്പൊ വരാവേ. ചേട്ടാ, അതായി കാശ് പിടിച്ചു. ഗാസ് തിരിച്ചു വരുന്നതിന് മുമ്പ് പ്രൊജക്ടർ വെച്ചിട്ട് വന്നേക്കേ. ഓക്കെ ബോസ്. താജ്മഹൽ കാണാതെ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ മോട്ടു, നീ പറഞ്ഞ കേക്കില്ലേ? എന്നാ പിന്നെ നീ അതൊന്ന് തെളിയിക്കേ. ശരി, പെട്ടെന്ന് പുറകെ വാ. മാറ്. കഥക് തുറക്ക്. കണ്ടില്ലേ, താജ്മഹൽ കാണാതെ പോയിരിക്കുന്നു. അവിടെ ഇപ്പോൾ താജ്മഹൽ ഇല്ല. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ? എന്റെ മോട്ടു, നീ എന്തൊക്കെയാ പറയുന്നത്? താജ്മഹൽ ദേ കൺമുൻപ് തന്നെ ഉണ്ട്. ആരും ഉണ്ടായെന്നാ പറയുന്നേ? ഇതെന്താ ഇത്? പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ സമയത്ത് ഞാൻ കണ്ടതാ. അന്നേരം താജ്മഹൽ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്നാണ് വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു വായടയ്ക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞേക്കും. വേണ്ട, എന്നെ വെറുതെ വിടൂ. അയ്യോ, ഈ പൂച്ചി എലി നമ്മുടെ കാര്യം കുളമാക്കുന്നു തോന്നല്ലോ. അവര് കാണാൻ പാടില്ല. താജ്മഹൽ തലകുത്തി നിൽക്കുന്നു. ഒന്ന് പെട്ടെന്ന് ചെല്ലേ, പ്രൊജക്ടർ നേരെ വെച്ചിട്ട് വാ.
അല്ല, ഈ പ്രൊജക്ടറിന് എന്താണ് പറ്റിയത്? അയ്യോ, ഞാൻ പറയുന്നത് സത്യമാണ്. താജ്മഹൽ തലകുത്തി നിൽക്കുന്നു. എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഞാൻ പറയുന്നത് സത്യമാണ് പത്തുലു. ഞാൻ നോക്കിയപ്പോ താജ്മഹൽ തലകുത്തി നിൽക്കുകയായിരുന്നു. ഇപ്പൊ ശരിയാണെന്ന് നോക്കിക്കേ. പക്ഷെ പത്തുലു ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ശരി, മതി, നിർത്ത് മോട്ടു. ഇനി നീ കുറച്ച് കൂടുതലാ കളിക്കുന്നേ. എല്ലാം നിർത്ത. അയ്യോ പത്തുലു, അല്ല, ഞാൻ സത്യമായിട്ട് താജ്മഹൽ തലകുത്തി നിൽക്കുന്നത് കണ്ടതാണ്. ഇനി ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. നിക്കവിടെ, നിക്കാൻ. അയ്യോ രക്ഷിക്കണേ, ഗാഡി ചേട്ടാ, അടിക്കില്ലേ. അയ്യോ, എവിടെ പോയി ഓടിക്കും, എവിടെ പോയി ഓടിക്കും? ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്തിനാണ് അതിന്റെ മുകളിൽ കയറി ഒളിഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടതായി ഭാവിക്കരുത്. ഞങ്ങൾ എവിടെയുണ്ടെന്ന് ആരോടും പറയല്ലേ. കളിച്ചു, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. നിങ്ങൾ കളിച്ചോളൂ. മോട്ടു, നീ എവിടെ ഉള്ളത്? പുറത്തേക്ക് വാ. കുട്ടികളെ പോലെ കളിക്കല്ലേ. നമുക്ക് വേഗം ഇവിടുന്ന് പോകാൻ നോക്കാം. വേഗം. പൊളിച്ചെടുത്തല്ലോ. അങ്ങോട്ട് നോക്കിയേ, മോട്ടു മരത്തിന്റെ അടുത്താണ് നിക്കുന്നത് കേട്ടോ. ഗാഡി ചേട്ടാ, എന്നെ പിടിക്കണ്ട, വെറുതെ വിട്ടേക്ക്. പത്തുലു, ഞാൻ പറയുന്നത് ദയവേത് വിശ്വസിക്ക്. താജ്മഹൽ തലകീഴായിട്ട് ഞാൻ കണ്ടതാ. ഇല്ലെങ്കിൽ ദേ അവരോട് ചോദിച്ചു നോക്ക്. അവരോട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്കോ? ആരാ കളിക്കുന്നത്? ഒരു മിനിറ്റ്, ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാവേ. എടോ, പിന്നെയും താൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടാണല്ലേ താജ്മഹൽ തലകുത്തി നിന്നത്? പ്ലീസ് അവരോട് വന്ന് ഇക്കാര്യം ഒന്നും പറയാവോ? മര്യാദക്ക് എല്ലാരും കൈ രണ്ടും മുകളിലേക്ക് പൊക്കിക്കേ. അനങ്ങിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അനങ്ങാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞാനാണ് റിച്ചാർഡ്സൺ. ഈ റിച്ചാർഡ്സൺ റിച്ച് ആകാൻ പോകുന്നത് ആർക്കും തടയാനാവില്ല. ഞാൻ ഈ താജ്മഹൽ 50 ലക്ഷം കോടിക്ക് വിറ്റ് കഴിഞ്ഞു. ആർക്കെങ്കിലും തടയണമെന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ നടക്കാൻ വിടില്ല. വേണ്ട. ഞങ്ങൾ കൊണ്ടുപോവുക. പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ ഫ്രണ്ട് നല്ല ആളാണ്. ഇല്ല, നിങ്ങൾക്ക് അവനെ ഇനി കൂട്ടിക്കൊണ്ടുപോയേ മതിയാവൂ. എങ്കിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള സമൂസ വാങ്ങിക്കൊടുക്ക. കാരണം അവന് ഇനി കഴിക്കാൻ പറ്റുമോ അറിയില്ലല്ലോ. ശരി, സമൂസ മേടിച്ചു കൊടുത്തോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ കഴിച്ചോട്ടെ. വാങ്ങിച്ചോട്ട് വാ. ഇല്ലില്ല, ഞാനിത് കഴിക്കില്ല. എനിക്ക് സമൂസ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ലല്ലോ. പിന്നെ സമൂസ കഴിക്കുന്ന പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതുകൊണ്ട് ഞാൻ ഈ സമൂസ കഴിക്കുകയില്ല. എനിക്കിത് വേണ്ട. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ. അപ്പൊ നീ കമാൻഡേഴ്സ് തരുന്ന തല്ല് മേടിച്ചോ? ഞാൻ അടി വാങ്ങിക്കണമെന്നോ? കമാൻഡോസിന് എടുത്തുന്നോ? അതെന്തിനാ? പിന്നെ ഈ സിറ്റുവേഷനിൽ നീ സമൂസ കഴിച്ചില്ലെങ്കിൽ തല്ല് മേടിക്കാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ സമൂസ തിന്നാനായിട്ട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? സോറി, വെരി സോറി. മനസ്സിലായി. അതെ ചേട്ടാ, എനിക്ക് സമൂസ തന്നോളൂ. ഇനി വാ. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ വീണ്ടും പറയാണ്. അയ്യോ, സത്യമായിട്ട് ഞാൻ കമാൻഡോ അല്ല, ഞാനൊരു സയന്റിസ്റ്റാ. എന്നോട് ഇങ്ങനെയൊന്നും ഫൈറ്റ് ചെയ്യാൻ വരരുത്. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാ ഈ കമാൻഡോസിനെ ഞാൻ നിയമിച്ചിട്ടുള്ളത്. സൂപ്പർ പഞ്ച്. ഇതൊക്കെ മതിയാവോളം തരാൻ എന്റെ കയ്യിലുണ്ട്. പിടിക്ക്. ഇനി ആരെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ഇൻ ദി നെയിം ഓഫ് ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്റെ ചിങ്കം സാറേ, നിങ്ങൾ എന്താ ചെയ്തത്? ഇളനീർ പട്ടാളമേ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വരണ്ട. പോയി കമാൻഡേഴ്സിനെ മീതെ വീഴൂ. സാർ, മര്യാദയ്ക്ക് സത്യം പറയൂ. താജ്മഹലിന് എന്ത് ചെയ്ത് വെച്ചിരിക്കുക? കണ്ടില്ലേ അവിടെ എന്താ നടക്കുന്നതെന്ന്?
എന്റെ ചങ്ക എന്റെ ബ്രോ ഇവരെ ലേസർ ഉപയോഗിച്ച് ഈ താജ്മഹലിനെ പ്രൊജക്ട് ചെയ്യാണ്. മോട്ടോ ആദ്യം തൊട്ടേ പറയായിരുന്നു. അവൻ പറഞ്ഞാ ശരി, താജ്മഹൽ ശരിക്കും കാണുന്നില്ല. മിസ്റ്റർ റിച്ചാർഡ്സൺ, നിങ്ങൾ മര്യാദയ്ക്ക് സത്യം പറയൂ. താജ്മഹൽ ഇവിടെ ഈ ഗ്ലാസ് ബോക്സിലുണ്ട്. ഞാൻ താജ്മഹലിനെ പാർട്ടിക്കിൾസ് ആയി കൺവെർട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരുപക്ഷെ ആരെങ്കിലും ഇതിലുള്ള ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ പാർട്ടിക്കിൾസ് എല്ലാം തിരികെ ചെന്ന് താജ്മഹൽ പഴയതുപോലെ ആവും. മോട്ടു സർ, സോറി, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ താജ്മഹലിനെ നിങ്ങൾ രക്ഷപ്പെടുത്തി തന്നു. ഇനി ഈ കമാൻഡേഴ്സിനെയും സയന്റിസ്റ്റിനെയും ഞങ്ങൾ പോലീസിന്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാം. അതേ ഗാർഡിയേട്ടന്മാരെ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് എന്റെ കടമയല്ലേ. വരി, നമുക്കൊരു സെൽഫി എടുക്കാം. ആ പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് എടുക്കാമല്ലോ. ഓടിക്കോ ഓടിക്കോ, എല്ലാവരും ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടോ. ആര് വന്നെന്നാണ്? അത് വന്നു. അതെ, ആര് വന്നെന്നാണ്. ആര് വന്നാലും ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഒന്ന് നോക്കിക്കളയാം ആരാണ് വന്നതെന്ന്. മോട്ടു, നീ ഒന്ന് അവിടെ നിൽക്കേ. അല്ല, ഈ സ്ഥലത്തെങ്ങും ആരും കാണുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. വരൂ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വഴിമാറ്, എന്റെ അമ്മ ഓടിക്കോ. അയ്യോ, ഇതെന്താ നമ്മുടെ പുറകെ വരുന്നത്? പല്ലേ 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 പല്ലേ. അയ്യോ, ഓടിക്കോ. എവിടെ 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 അത് എവിടെയാണെന്ന് പറയോ? സാറേ, ഈ വഴിക്ക് അവർ പോയിരിക്കുന്നാട്ടാ. ഇന്ന് ഞാൻ അതുങ്ങളെ ഒരു വഴിയാക്കാണ്ട് വിടില്ല. എനിക്ക് അതുങ്ങളെ പിടിച്ചിട്ടേ വേറെ പണിയുള്ളൂ. അയ്യോ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. അതൊക്കെ ജീവികളല്ലേ. അതിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? മൃഗങ്ങൾക്ക് നേരെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ജീവികളോട് പോയി കോംപ്രമൈസിൽ ഒന്ന് സംസാരിക്കാം. അവർക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിക്കാം. അത് സമാധാനത്തിലാണ് ചോദിക്കേണ്ടത്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കാം. ബോസ്, ഇവരും അവയുടെ കൂട്ടാളികളാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ ജീവികളൊക്കെ വ്യാജമാ. എല്ലാം ഇവരുടെ കളികളായിരിക്കും. ഇവര് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുകയാണെന്നേ. എങ്ങനെ മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിയും? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി വീണ്ടും എന്തെങ്കിലും പ്ലാൻ ഇട്ടോണ്ട് വരും. എന്തെങ്കിലും ഡിമാൻഡ് വെക്കും. ആ ശരിയാണ്, നിന്റെ അത്ര ഞാൻ ചിന്തിച്ചില്ല. മൃഗങ്ങളെടുത്ത് ആരെക്കൊണ്ടും സംസാരിക്കാൻ പറ്റുകയില്ലല്ലോ. സാർ, രണ്ടാളും കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കൂ. വേണ്ട, എന്റെ താഴെ കിടക്ക്. അയ്യോ, തല്ലല്ലേ, തല്ലല്ലേ. എന്റെ അമ്മ. ഞങ്ങളൊക്കെ കണ്ട വിഡ്ഢികളെ പോലെ തോന്നുന്നുണ്ടോ? മൃഗങ്ങളെടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അത് അങ്ങനെയല്ല സാർ. ഡോക്ടർ ജഡ്കയുടെ അടുത്ത് ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. അത് വെച്ച് നമുക്ക് മൃഗങ്ങളോട് കോംപ്രമൈസിൽ സംസാരിക്കാൻ പറ്റും. ഇദ്ദേഹം വളരെ മഹാനായ ഒരു സയന്റിസ്റ്റ് ആണ്. അങ്ങനെയാണോ? ഓ സോറി.
ഞങ്ങൾ ആവശ്യമില്ലാതെ എല്ലാരെയും അടിച്ചു ഒരു വഴിയാക്കി. അതെ വലിയേട്ടാ, പെട്ടെന്ന് ആ ഗാഡ്ജറ്റ് എടുക്ക് വലിയേട്ടാ. എന്റെ അടുത്തുണ്ടല്ലോ, ഇന്ന് പിടിച്ചോളൂ ഈ ഗാഡ്ജറ്റ്. ഇനി നിങ്ങൾക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിയും. പക്ഷെ ഒന്ന് നിക്ക്, ഞാനൊന്ന് ഹോട്ടൽ റൂം വരെ പോയിട്ട് വരട്ടെ കേട്ടോ. വലിയേട്ടൻ പോയിട്ട് വാ, നമുക്ക് അവസാനം ഇവിടെ വെച്ച് തന്നെ മീറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ മൃഗങ്ങളെടുത്ത് പോയി കോംപ്രമൈസ് സംസാരിച്ചിട്ട് വരാം. വാ പത്തില്. ആ വേഗം വാ. അല്ല ഇവന്മാരെ എങ്ങനെയാ പറക്കുന്നേ? എവിടെ പോയി ആ കരടികൾ? ആ? പത്തിലു, ദാ അങ്ങോട്ട് നോക്കിയ കരടികൾ അവിടെ തന്നെ ഉണ്ട്. അടുത്തോട്ട് വരരുത്. അതെ നിനക്ക് ഞങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന് നിക്ക് ഇങ്ങോട്ട് നോക്ക്. എന്റെ അടുത്തിരിക്കുന്ന ഈ ഗാഡ്ജറ്റ് നിങ്ങൾ കണ്ടോ? ഇത് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും, അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും മനസ്സിലാകും. ആദ്യം നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് തുറന്ന് പറയൂ. സത്യമായിട്ടും ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെന്ന് അർത്ഥം. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, ഇനി പറഞ്ഞോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടത്? ഞങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം വേണം. കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു കഴിഞ്ഞു, വെറും കുറ്റിക്കാടുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഇവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? ഞങ്ങള് 3 ദിവസമായി ആഹാരമൊന്നും കിട്ടാതെ പട്ടിണി കിടക്കുക. സാറേ, ഈ സ്ഥലം വിട്ട് ഞങ്ങളെ പുറത്തു പോകാൻ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങളെ കൊണ്ട് സാധിക്കും? ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു സ്ഥലം കൂടിയില്ല. വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലമുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം മേടിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴുമുള്ള ആഹാരത്തിന്റെ കാര്യവും ഞാൻ റെഡിയാക്കാം. മനുഷ്യരൊക്കെ എങ്ങനെ കഴിക്കുമോ അതേപോലത്തെ ഭക്ഷണം ഞങ്ങൾക്കും വേണം. അതിനുള്ള സംവിധാനം ഞങ്ങൾക്കും ഏർപ്പാടാകും. എന്ന് വെച്ചാൽ ഞങ്ങൾ ജനങ്ങളുടെ അടുത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ഞങ്ങളും അതന്നെയാണ് കഴിക്കുന്നത്. വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും മറന്നു പോയി. വരൂ പത്തിലു, ഇവർക്ക് താമസിക്കാനും ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് വരാം. വേഗം വാ. സർ, ഞങ്ങൾ കരടികളോട് കോംപ്രമൈസ് സംസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് അങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട. അവർക്ക് ആരോടും യാതൊരുവിധ പകയും ഇല്ല സാർ. അവർക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അവർ 4 കരടികളുണ്ട്. അവർക്ക് 4 പേർക്ക് 4 വീട് കെട്ടിക്കൊടുക്കണം. അതുപോലെ അവർക്ക് ദിവസവും 3 നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ ഏർപ്പാടാക്കി കൊടുക്കണം. ഇത്രേ അവർക്ക് വേണ്ടു സാർ. അവർ സമാധാനമായിട്ട് ജീവിച്ചോളും. അതിനുശേഷം അവർ ആരെയും ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല. അങ്ങനെയാണോ? കണ്ടില്ലേ സാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരും അവരും ഒരേ ടീമാ. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണത്രേ. മനുഷ്യർ കഴിക്കുന്ന ആഹാരവും വേണോത്രേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന്. ഒന്നാ ചെടികളുടെ പുറകിലോട്ട് വരുമോ? വേണ്ട, ഞങ്ങൾ അതിന്റെ പുറകിലോട്ട് വരില്ല. അവിടെ ഞങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ പഞ്ഞിക്കിടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയാം. ഇവിടെ സത്യം പറയോ, എന്ത് നാടകമാണ് ഇവിടെ നടക്കുന്നത്? എന്താ സാർ, നാടകമോ? എന്ത് നാടകം സാർ? ഞങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഈ വരുന്നത്. ഇവരെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കേ. ഇതാ പിടിച്ചൊന്നിരിക്കണം. ഫൈറ്റ് ചെയ്യണം. ഇതാണ് ഫൈറ്റ്. ഇങ്ങനെ ഇരിക്കണം. കിട്ടിയില്ല ഇനി വേണോ? സെക്യൂരിറ്റി ചേട്ടാ, ഇതിവിടെ പിടിച്ചോ. സോറി എന്ത് വേണമെങ്കിലും എടുത്തോളൂ. വേണമെങ്കിൽ എല്ലാ കാശുകളും നിങ്ങൾ തന്നെ എടുത്തോളൂ. അതെ, നിങ്ങളുടെ കാശൊന്നും അവർക്ക് വേണ്ട. അവര് കരടികളാണ്. താമസിക്കാൻ സ്ഥലവും 3 നേരം അവർക്ക് ഭക്ഷണവും കൊടുത്താൽ മതി. നിങ്ങളുടെ കാശ് വെച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നേ ഇല്ല. മോട്ടു എന്റെ ചങ്കന്റെ ബ്രോ, ഇന്നാ ഈ ബാറ്ററി പിടിച്ചോ. നിന്റെ ബാൻഡിൽ ഇത് ഫിക്സ് ചെയ്യ്. ഇപ്പൊ നിന്നെ കൊണ്ട് കരടികളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റും.
അപ്പൊ ബാറ്ററി ഇട്ടതിന് ശേഷം പിന്നീട് പോയി സംസാരിച്ചാ മതിയോ? എന്റെ വലിയേട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾ ഇപ്പോഴല്ലേ അവരോട് പോയി സംസാരിച്ചിട്ട് വന്നത്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഗാഡ്ജറ്റ് സ്വിച്ച് ഓഫിലല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങൾ അവരോട് സംസാരിച്ചത്? അതെ, വലിയേട്ടൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇത് ഓഫിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. എന്ന് വെച്ച അവര് യഥാർത്ഥ കരടിയല്ല, ഡ്യൂപ്ലിക്കേറ്റുകളാണ്. നമ്മളെ എല്ലാവരും അവര് പറ്റിച്ചു. എനിക്ക് ആദ്യം മുതലേ ഈ സംശയമുണ്ടായിരുന്നു. ആ കരടികളൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവര് 4 പേരും എന്റെ സഹതാപം മുതലെടുത്ത് കളിക്കുകയായിരുന്നു. ഇതിനപ്പുറം ഞങ്ങൾ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. വരൂ. വാ 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 വാ. ആ മണ്ടച്ചാരെ നമ്മൾ ശരിക്കും പറ്റിച്ചു കളഞ്ഞു അല്ലേ? അവര് വെറും പാവങ്ങളാണെന്നേ. പിന്നെ ഈ 2 കരടികളും ആ മണ്ടച്ചാരെ ശരിക്കും എമോഷണൽ ആക്കി കളഞ്ഞു. അവൻ അതിന് ഇമോഷണൽ ആക്കി വിട്ടു. പക്ഷെ അതിനുശേഷം ഒരു ദേഷ്യം വരും. അത് നീ കണ്ടിട്ടുണ്ടോ? ആ ദേഷ്യത്തിൽ ഞാൻ അടിക്കുന്ന അടിയൊന്നും നീ ഒരിക്കലും താങ്ങത്തില്ല. അതെ, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കരടികളാണെന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ ഇമോഷണൽസ് വെച്ച് നിങ്ങൾ കളിക്കുകയായിരുന്നു. ഇനി എന്റെ ദേഷ്യം തന്നെ കണ്ടോളൂ. ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. ഞങ്ങൾ വലിയ തെറ്റാ ചെയ്തത്. മാപ്പാക്കണം, മാപ്പാക്കണം. ഞങ്ങൾക്ക് താമസത്തിനും ആഹാരത്തിനും എന്തെങ്കിലും വഴിയുണ്ടാകുമെന്ന് കരുതിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞങ്ങൾ ഭക്ഷണം മാത്രമേ പിടിച്ചു പറിച്ചു തിന്നു, വേറൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളും പാവങ്ങളാ. ഞങ്ങളെ കണ്ട ഉടനെ ആളുകൾ വെള്ളവും ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടും. അതിനുശേഷം ആ ആഹാരം ഞങ്ങൾ കഴിക്കും. ബാഗ് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കാശെടുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഞങ്ങൾ എല്ലാരും കൊച്ചു കള്ളന്മാരാ. പക്ഷെ ആളുകളെ ഇങ്ങനെ പേടിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണവും ഭക്ഷണവും അപഹരിക്കുന്നത് തെറ്റാണെന്നറിയില്ലേ? സെക്യൂരിറ്റി ചേട്ടാ, നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ ഇവർക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ കൊടുക്കൂ. ഇവർക്ക് താമസിക്കാനും സ്ഥലം കൊടുക്കൂ. അതിനുശേഷം ഇവർ ഈ മോഷണ പരിപാടി ഒന്നും നടത്തത്തില്ല. സിമ്പിൾ, ഈസി. ശരി ശരി, വേണമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ സെക്യൂരിറ്റി പണി എടുത്തോളൂ. ചെയ്തോളാം സാർ, ഞങ്ങളൊക്കെ ചെയ്തോളാം. ഞങ്ങൾ എല്ലാവരും ചെറിയ കള്ളന്മാരാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഇതുവരെ ആരുടെ അടുത്തൊക്കെ മോഷ്ടിച്ചോ അവരുടെ പണമെല്ലാം ഞങ്ങൾ തിരിച്ചടച്ചോളാം. താങ്ക് യു മോട്ടുജി, താങ്ക് യു. നിങ്ങളൊരു മഹാമനസ്കനാണ്. ശരിയാ, അത് വളരെ ശരിയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.